നിങ്ങളെ ഇന്നലെ കല്യാണം വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ബന്ധുക്കാരെ നിങ്ങളെ കളിയാക്കി വിട്ടെന്ന് പറഞ്ഞു. അതെന്താ അതിനെ കുറിച്ച് എന്താ രണ്ടു വാക്ക് പറയാനുള്ളത്? അത് നിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ അപമാനിച്ചു വിട്ടു. എന്താ കാര്യം? അത് നിങ്ങളെ വിളിച്ചിട്ടല്ല പരിപാടിക്ക് പോയത്? എന്നാ നിജോ വിളിച്ചില്ല കേട്ടോ. നിജോ വിളിച്ചില്ല, നിജോയുടെ ബന്ധുക്കൾ എന്നെ വിളിച്ചു. ബന്ധുക്കളെന്ന് വെച്ചാൽ കല്യാണത്തിന്റെ ആൾക്കാരെ വിളിച്ച് ചെല്ലണമെന്ന് പറഞ്ഞു, ബോണിയൊക്കെ പോയി പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അപമാനിച്ചു വിട്ടു. കാരണം നമ്മൾ എന്റെ മാത്രം വീഡിയോകളാണ് അവരെ എടുത്തുള്ളൂ. പക്ഷെ മറ്റേ ആൾക്കാര് മറ്റേ പെണ്ണുങ്ങളെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പക്ഷെ എന്റെ കൂട്ടുകാരെ അടുത്തെന്ന് പറയുന്നത് ബ്രൈറ്റിനോടൊക്കെ തട്ടിക്കറി ആണല്ലേ. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട് മറ്റുള്ളവർ ചെയ്തോണ്ട്. വിഷമൊക്കെയുണ്ട്. ബന്ധുക്കാര് തന്നെ ചെയ്ത്. സാധാരണ താങ്കള് കല്യാണത്തിന് വിളിക്കുന്നത് പൈസ മുടക്കിയാണ് വിളിക്കുന്നത് അല്ല, ശരിയല്ലേ? അപ്പൊ അത് താങ്കള് ഒരു ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിച്ചെന്ന് തന്നെ പറയാം. ഇന്നലെ താങ്കൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് രാത്രി ഞാൻ താങ്കളുടെ വീട്ടിൽ പോയായിരുന്നു. താങ്കളുടെ മമ്മി വല്ലതും പറഞ്ഞായിരുന്നു? അമ്മേനെ വിളിച്ച് അല്ല, താങ്കൾ എന്നെ വിളിച്ചു പറഞ്ഞില്ല താങ്കളുടെ വീട്ടിൽ പുള്ളി വന്ന് അടിക്കൂന്ന് പിടിക്കൂന്ന് താങ്കളെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായി. പോയിട്ട് അവിടെ ചെന്ന് ആരെയും കണ്ടില്ല. എന്നിട്ട് നിന്നെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പേടിച്ചു പോയാ? പേടിച്ചിട്ടല്ല. പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ അതിന് ബ്രൈറ്റിനെ വിളിച്ച് നിന്റെ വീട്ടിൽ ചെന്നിട്ട് ബ്രൈറ്റും ഫോൺ എടുത്തില്ല. അതിന് കുറെ കഴിഞ്ഞപ്പോഴാണ് ബ്രൈറ്റ് തിരിച്ചു വിളിക്കണം. നമ്മള് ഇന്നലെ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ പ്രോഗ്രാം പോയി നല്ല രീതിയിൽ അവിടെ രാജാവായി. അവരിപ്പോ നല്ല രീതിയിൽ അവര് ഫെയിമില് ആസ്വദിച്ച് നമ്മളെ വിളിച്ചു വരുത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വിട്ടു. നല്ല ഗ്ലാമർ ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു. ഗ്ലാമർ കല്യാണമായിരുന്നു. നല്ല സുന്ദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കല്യാണം. അപ്പോൾ അത് നല്ല രീതിയിൽ ആസ്വദിച്ചു. കാരണം നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നല്ല രീതിയിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത് നിജോന്റെ കല്യാണം നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. നിജോ ഒരു ഫോട്ടോ വെച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞു. പള്ളി വെച്ചെടുക്കാൻ പാടില്ലെന്ന്. അവൻ്റെ ബന്ധുവല്ലേ, അവൻ്റെ അച്ഛൻ്റെ മറ്റേ എൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ ആൾക്കാരാണ്. അപ്പം എന്നിട്ട് നമ്മളൊരു പോയി, മനസ്സിലായോ? നമ്മളവിടെ പോയി തൊലിയില്ല, ഉരിഞ്ഞു പോയാലോ ഫീൽ ആയി പോയി. നിനക്ക് പെങ്ങന്മാരില്ലേ? അതില് ഇപ്പൊ ഈ തങ്കിയുള്ള കുറച്ച് പേർക്ക് നിറം കൂടി പോയെന്നും പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നടിമാരെ പോലെ ഗ്ലാമറുള്ള ആൾക്കാരാണ് തങ്കില കുറെ കസിൻ സിസ്റ്റേഴ്സ്. ഇപ്പൊ എന്റെ അനിയത്തിക്ക് അത്യാവശ്യം ഭംഗിയുണ്ട്, കറുത്തൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പെങ്ങളുള്ളതുകൊണ്ട് ആ പരിപാടിക്ക് മറ്റേ എന്നെ അപമാനിച്ചതിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അവരൊരു പെങ്ങന്മാരെ പോലെ ഞാൻ കാണുന്നത്. അവർ കല്യാണം കഴിച്ചിട്ടില്ല, അറിയാം എനിക്ക്, ഈ കസിൻ സിസ്റ്റേഴ്സെ. അതുകൊണ്ടാണ് എനിക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പ്രേമിക്കുമെന്ന് ഓർത്തിട്ട് ആയിരിക്കില്ല എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും സിസ്റ്റേഴ്സായിട്ട് മാത്രമേ കാണുള്ളൂ, മനസ്സിലായി? നിങ്ങൾ ഞാൻ എന്തെങ്കിലും വേറെ രീതിയിൽ നിങ്ങളെ അടുത്ത് കൂടി ബന്ധം കൂടുമെന്നൊക്കെ സ്ഥാപിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സിസ്റ്റേഴ്സെ, അത് നിങ്ങൾക്ക് തെറ്റാണ്. കാരണം ഞാനൊരു മനഃശുദ്ധിയുള്ള വ്യക്തിയാണ്. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ ഐ ലവ് യു ഞാൻ പറയാറില്ല, മനസ്സിലായ? എനിക്ക് എല്ലാവരെയും ഒരു അമ്മ പോലെ സ്നേഹിക്കുന്നു, മനസ്സിലായ? അപ്പോൾ അതിൽ എന്തായാലും എനിക്ക് ഭയങ്കര രീതിയിൽ വിഷമമുണ്ട്. കാരണം എൻ്റെ സിസ്റ്ററിനെ ഞാൻ സിസ്റ്ററായിട്ട് കാണുന്നു. പിന്നെ എല്ലാ ലോകത്തുള്ള എല്ലാവരും സിസ്റ്ററായിട്ട് കാണുന്ന ആളല്ല. പക്ഷേ നമ്മളോട് അടുപ്പം കൂടുന്ന ആൾക്കാരോടെ നമ്മൾ ഇൻറ്റിമസിയാ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഭീഷണിപ്പെടുത്ത നിജോയാണ്. ഭീഷണിപ്പെടുത്ത തല വെട്ടും, കാല് വെട്ടും. നിജോ ബന്ധുക്കാരൻ നിജോ കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഒരാള്, തങ്കിയില്, മനസ്സിലായി? കളത്തിപ്പറമ്പ് അറിയില്ല. ആ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് നിജോ എന്ന് പറഞ്ഞ വ്യക്തി. ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു. മാന്യത ഇന്നലെ തെളിഞ്ഞു. കാരണം അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ, ഫോൺ ടാപ്പിംഗ് ഒക്കെ എൻ്റെ ഉണ്ട്. കുറച്ച് ബ്രൈറ്റ് ഇരിപ്പുണ്ട്. ബ്രൈറ്റ് ടാപ്പിങ്ങിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഏതായാലും താങ്കളുടെ വീട്ടിൽ വന്നിട്ടില്ല. അമ്മേനെ പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞു, എന്റെ അമ്മേനെ പറ്റി. അപ്പൊ ഏതായാലും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് പേടിക്കേണ്ടല്ല. ഒരു മറ്റേ പോലീസിന്റെ ഇത് വരും. കാരണം മറ്റേ വീഡിയോ എടുത്തോണ്ട് എന്റെ വീഡിയോ മാത്രം എടുത്തുള്ളൂ. പക്ഷെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തെന്നൊക്കെ പറയണത്. പക്ഷെ ഈ അവരുടെ വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ വീഡിയോ അവര് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറമാനെ വെച്ചിരുന്നു. അവര് എല്ലാരെയും ഷൂട്ട് ചെയ്തിരുന്നു. അവര് പറയുന്നത് അവര് ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ വിഷ്ണു, വൈറലാക്കാൻ വേണ്ടി ഒരാൾ ചിന്തിച്ചാലില്ലേ, ഞാൻ കാരണക്കാരനായില്ലെങ്കിലും ഒരു കണ്ടന്റുകള് എപ്പോഴെങ്കിലും ഒരു സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ ചിന്തിച്ചാൽ പോരെ? ഒരു കല്യാണ വീഡിയോ ഒരു ക്ലിപ്പിംഗ് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലായി. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു നടിമാരെ വളർത്തുന്നത് മീഡിയയാണ്. ഈ തങ്കിയിലെ എനിക്കറിയാവുന്ന കുറച്ച് കസിൻ സിസ്റ്റേഴ്സും സിനിമാ നടിമാരൊന്നും അല്ലല്ലോ. ഞാൻ അത് ഒരിക്കലും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കൂല. ഇങ്ങനത്തെ ബന്ധുക്കാരെ വീഡിയോ ഞാൻ ഇടാൻ നിർബന്ധിക്കില്ല, ആരെ എടുക്കൂല. പിന്നെ അവിടെ വൈഡ് ഷോട്ടിൽ സൂമിങ് ഒന്നുമില്ല, ആരെയും ബ്ലറായിട്ടൊക്കെ കാണിക്കുള്ളൂ.
അതിലൊന്നും ആരും ക്ലോസ് അപ്പ് ഷോട്ട് ഇല്ല, മനസ്സിലായ? തിരിഞ്ഞിരിക്കുന്ന ഷോട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ആരും പെട്ടിട്ടുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എൻ്റെ കൂടെ പൈസ കൊടുത്താണ് പലരെയും ഞാൻ എൻ്റെ നായികമാരായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ഇനി വരാൻ പോകുന്നത് മതാമാരുടെ കൂടെയൊക്കെയുള്ള ഒരു റീലൊക്കെ ആയിരിക്കും. ഞാൻ ഹൈടെക് ഗെയിമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് സാധാരണ ഈ കിംബോയ് ചെയ്യണ മട്ട് കാലം കൊണ്ടുള്ള കളിയല്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് തന്നെ രേണു ചേച്ചി ഇന്റർവ്യൂ പറഞ്ഞു എൻ്റെ കൂടെ അഭിനയിക്കുന്നു. അതൊക്കെ അങ്ങനത്തെയൊക്കെ നല്ല നല്ല പ്രൊഫഷണലായിട്ട് വരുന്നതാണ് പരിപാടികളൊക്കെ. അപ്പോൾ ഗ്രാൻഡായിട്ട് ചെയ്യുമ്പോൾ ഗ്രാൻഡായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും മൂവ് ആവുന്നത്. അതുകൊണ്ട് എന്താ നിജോ ചേട്ടാ മാന്യമായിട്ട് ഞാൻ വീഡിയോ കളഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ശല്യപ്പെടുത്താൻ പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കും, ചേട്ടൻ കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് കേസുകളായിട്ട് മുന്നോട്ട് പോകാം. ഇനി വന്ന് ശല്യപ്പെടുത്തി ഇനി നിജോ എന്റെ പേത്തേക്ക് കുതിര കയറിയ വീഡിയോ കളഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്, എന്റെ ചാനലിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ലിബിലി എടുത്ത് പോസ്റ്റ് ചെയ്തു. അതിന് പണിയാവുന്ന അറിയില്ല. പക്ഷെ അതുമായിട്ട് എന്റെ വീട്ടിൽ നിജോ കയറിയ നിജോയെ അലിൻ ജോസ് പെരയുടെ കോമാളിത്തരത്തിന് പുറമെ റിയാലിറ്റി ഉള്ള അലിൻ ജോസ് പെരേര കുറച്ച് ഡിഫിക്കൽട്ടാ. പിടിച്ച പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് എനിക്ക് എന്നെ തന്നെ ഒരു ചില സമയത്ത് അബ്നോർമൽ കണ്ടീഷൻ വരെ വരും. ആ രീതി വന്നു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് 14 ദിവസം അകത്തിടും, മനസ്സിലായി നിജോന? കാരണം നമ്മുടെ മേത്തേക്ക് ഒരു കയറേണ്ട ആവശ്യമില്ല. നിങ്ങൾ കല്യാണം കഴിക്കുക, കെട്ടുക, ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ റൈറ്റ്സ് ആണ്. എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. ഈ വ്യക്തി 30 സംതിങ് ഏജായപ്പോഴാണ് കെട്ടിയത്. ഇപ്പം 21 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഒരുപാട് 30 വയസ്സ് കഴിഞ്ഞപ്പോൾ അവളെ കെട്ടിയെന്നും പറഞ്ഞ് ഷോ ഓഫ് ഇതാക്കിയത്, മനസ്സിലാവും? ഒരുപാട് പേര് എന്നെ വിളിച്ച് നല്ല രീതിയിൽ കൈയൊക്കെ കൊടുത്ത് വിടുന്നു. ഇവൻ മറ്റേ എന്നെ അപമാനിച്ചു വിട്ടപ്പോൾ പിന്നെ ആണെന്ന് പറയാനോ, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ നിജോ ഒരു കാര്യം ചെയ്യുക. ഒന്നെങ്കിൽ നിജോ മാന്യമായിട്ട് ഇത് ക്ലാരിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു കൂട്ടായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിജോ കേസായിട്ട് പോകും. ഞാനും എൻ്റെ കേസായിട്ട് തന്നെ പോകും. എനിക്കും അത്യാവശ്യം വക്കീൽമാരൊക്കെ ഉണ്ട്. അലിൻ ജോസ് പെരേര AJP എന്ന് പറയുമ്പോൾ ഫാൻസ് ഫൈറ്റ് അല്ല, എനിക്ക് അത്യാവശ്യം രക്ഷിതാക്കളും ഉണ്ട്, ഫ്രണ്ട്സുകളും ഉണ്ട്. നീ കൂടെ നിൽക്കൂലേ? നിന്റെ വക്കീലുണ്ടാവൂലേ? പിന്നെ വക്കീലെല്ലാവരും ഉണ്ടാവൂലേ? പിന്നെ അവളെ പറഞ്ഞ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ ശേഷം എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന്. നാപ്സ്റ്റിക്കെതിരെ കേസ് കൊടുക്കും, DYSP കൊടുക്കും. നമുക്ക് വക്കീലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, പിന്നെ നമ്മ എന്തിനാണ് പേടിക്കുന്നത്? കാരണം അവന്റെ ഒരു ഫോട്ടോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്ക് വേണമെന്ന് വെച്ചാൽ നിജോ നിന്റെ പെണ്ണിന്റെ വീഡിയോ കെട്ടുന്ന വീഡിയോ എനിക്ക് ഇരിപ്പുണ്ട്, ഇടാം. നമ്മളത് ഇടുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിജോ എന്റെ മേത്തേക്ക് കുതിര കയറാൻ മതി. ഇന്നലത്തെ ആ ഒരു ഫോൺ കോള് ഭയങ്കര രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടാക്കി. കാരണം എനിക്ക് വെട്ടും കുത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. കുത്തുമൊക്കെ പറഞ്ഞു. കാരണം ഞാൻ പെട്ടെന്ന് ദേശം കൊണ്ട് നമ്മൾ വേണമെങ്കിൽ അനീഷേട്ടനൊക്കെ പറയുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പുള്ളിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ധൈര്യം എടുക്കാണല്ലോ അനീഷേട്ടനൊക്കെ, മനസ്സിലായ? ഒരു സഹായത്തിനൊക്കെ വിളിക്കുമല്ലോ ചിലരൊക്കെ, മനസ്സിലായ? തല്ലിക്കൊല്ലൊന്നുമില്ല, എന്നാലും ഒരു കൊച്ചിയിൽ സംരക്ഷണത്തിന് ഒരു കുറച്ച് ആൾക്കാർ സുഹൃത്തുക്കളുണ്ട്. പേര് പറയുന്നില്ല, എന്നാലും നമ്മൾ അതൊക്കെ അറിയാം നമ്മളെ, അല്ലേ? ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇത്ര എന്തിനു വന്നു കഴിഞ്ഞാൽ രക്ഷിക്കൂല. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടാൻ വന്നു കഴിഞ്ഞാൽ വെറുതെ വെട്ടാൻ വന്ന എന്തിനാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ എന്റെ പൊന്നിന് ചോദിച്ചോട്ടെ, കാല് വെട്ടും തല വെട്ടും എന്ന് പറയണത് മാർക്കോ സിനിമയല്ല, ലൈഫ്. മാർക്കോയില് ഉണ്ണിമൂന്നൻ കാണിക്കണ തൊട്ട് റിയാലിറ്റിയിൽ വന്ന് കാണിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിജോ കുട്ട, നിജോ ചേട്ട, പുന്നര മോനെ, ഇത് നിയമം എന്താണെന്നും കോടതി എന്താണെന്നും നിനക്ക് അറിയില്ല, മനസ്സിലായ? എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് ഒന്നെങ്കിൽ പറയാം ഞാൻ മാന്യമായി ഡിലീറ്റ് ചെയ്യണമെന്ന്. ഞാൻ അവരുടെ കുറച്ച് ഇത് കേട്ടപ്പോൾ അവരും എന്നോട് ഷൗട്ട് ചെയ്തു, മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ലിബിന്റെ പേജിലുണ്ട്. ഇനി ദൈവത്തിന്റെ കയ്യിൽ അറിയാം കാര്യം. എന്തായാലും അമ്മ പറഞ്ഞു ട്രാപ്പ് ചെയ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്, കൺക്യൂസ്ലി എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് തങ്കിപ്പള്ളിയിൽ എന്നെ വിളിച്ചത്. ഞാൻ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് പലാനോട് വർക്ക് മലപ്പുറത്തുണ്ടായിരുന്നു, മനസ്സിലായ? തലേദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നല്ല, അവരെന്നെ വിളിച്ചായിരുന്നു മലപ്പുറത്തേക്ക് വരാൻ വേണ്ടി. അവിടെ പോയാൽ മതിയായിരുന്നു, 10,000 രൂപ കിട്ടിയാൽ. ഇപ്പൊ ഏതായാലും ഇപ്പൊ നമുക്ക് 21-ാം തീയതി നല്ലൊരു വർക്ക് വന്നിട്ടുണ്ടല്ലോ. നല്ലൊരു 21-ാം തീയതി മലപ്പുറം അതൊരു നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു പെണ്ണിന്റെ പേര് പറയണ്ടല്ലോ, നായികയുടെ പേര് പറയുന്നില്ല. കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. AJP 21-ാം തീയതി 21-22-ാം തീയതി എനിക്ക് വരാൻ പറ്റില്ല. കാര്യം എനിക്കന്ന് എന്റെ ഒരു പഴയ വണ്ടി മുട്ടിന്റെ ബ്രൈറ്റിനെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഡയറക്ടർ പ്രത്യേകം പറഞ്ഞു. ബ്രൈറ്റ് കൊണ്ടുവരുന്നത് അയാൾ എന്നോട് എടുത്തു പറഞ്ഞു. ബ്രൈറ്റ് അഭിലാഷിനെ കൊണ്ടുവരാൻ നിൽക്കരുതെന്ന് പറയണം. ഉള്ള ചാൻസ് അയാൾ എന്നോട് എടുത്തു പറഞ്ഞു ഈ 2 പേരും പേര്, അഭിലാഷിന്റെയും ബ്രൈറ്റിനെയും കൊണ്ടുവരുത്, താനും പെരേരെയും മാത്രം വന്നാൽ മതി കേട്ടാ
എന്നാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു. പുതിയ പുതിയ വർക്കുമായിട്ട് കാണുവരെ ബൈ ബൈ. ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ യുദ്ധം ഡബിങ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഇന്നിപ്പോ എഡിറ്റിംഗിന്റെ ടേബിളിലേക്ക് താങ്കളുടെ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പാട്ട് അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദിയുണ്ട് അല്ലേ. പിന്നെ സീരിയൽ ഷൂട്ട് ഉണ്ടോ? സീരിയൽ ഷൂട്ട് അടുത്ത ഷെഡ്യൂൾ ആവുന്ന പറയുന്ന ഡയറക്ടർ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾ ഡേറ്റ് പറയണോ? പുള്ളി പറയാന്ന് പറഞ്ഞു, പറയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നിന്റെ സീന് അപ്പൊ നിന്റെ സീനും കൂടി ഉണ്ടെന്നാ പറഞ്ഞു. ഇപ്പൊ ഇന്ന് രാത്രി വിളിച്ചത്. അപ്പൊ ഡേറ്റ് കൺഫേം ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നിനക്ക് 4-ാം തീയതി നാളെ സീനുണ്ട്. മറന്നുപോയാ? നാളത്തെ പരിപാടി മറന്നുപോയാ? റാപ്പ് നാളെ ഉണ്ടോ? നാളെ പരിപാടി പിടിച്ചിട്ടുണ്ടോ? ആ പുള്ളി ഇപ്പൊ എന്നോട് വിളിച്ചിട്ടുണ്ട് ഡയറക്ടർ. നാളെ മ്യൂസിക് ബാൻഡിലേക്ക് പോവാണ് JP. ഓക്കെ.